9400ഓളം പരിശോധനകളാണ് ദമാം നഗരപരിധിയിൽ മുനിസിപ്പാലിറ്റി അധികൃതർ നടത്തിയത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധന. 2129 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും 4900 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തു. 790 തൊഴിലാളികളെ പല കേസുകളിലായി പിടികൂടുകയും ചെയ്തു. പിഴ ഇനത്തിൽ ആയിരക്കണക്കിന് റിയാലാണ് ഈടാക്കിയത്. വ്യവസായ, വാണിജ്യ, നിർമ്മാണ സ്ഥാപനങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളിലുമാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. ഹുറൂബായവരും മതിയായ രേഖകളില്ലാത്തവരും നിരോധിത തൊഴിലിൽ ഏർപ്പെട്ടവരുമടക്കം നിരവധി തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയ വിദേശികളാണ് പിടിയിലായവരിൽ ഭൂരിഭാഗവും. നിയമം ലംഘിച്ച് വഴിവാണിഭം നടത്തിയവരും പിടിയിലായവരിലുണ്ട്. തൊഴിൽ മന്ത്രാലയം നിഷ്കർഷിക്കുന്ന മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ, സ്വദേശി വിദേശി തൊഴിലാളികളുടെ അനുപാതം എന്നിവ പാലിക്കാത്തതിനാലാണ് ചില സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. സമ്പൂർണ്ണ സൗദിവൽക്കരണം നടപ്പിലാക്കിയ മൊബൈൽ വിൽപ്പന മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട്. ആഭ്യന്തരം, തൊഴിൽ, തദ്ദേശം, വാണിജ്യം, വാർത്താവിനിമയം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിദേശികൾ ജോലി ചെയ്തിരുന്ന മൊബൈൽ മേഖല കഴിഞ്ഞ സെപ്റ്റംബർ 1 മുതലാണ് സൗദികൾക്ക് മാത്രമായി മാറിയത്. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം.